ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഖാനായിലെ കല്യാണ വിരുന്നിലെ അനുഗ്രഹ മുഹൂർത്തം തന്നെയാണ് എപ്പോഴും കൃപാസന അൾത്താരയിൽ ക്രമീകരിക്കപ്പെടുന്നത്. അതായത് ഖനായിലെ ഒരു വിവാഹാഘോഷം നടന്നു എന്ന് സുവിശേഷം പറയുമ്പോൾ വളരെ എംപാറ്റിക്കായിട്ടാണ് പറയണത്. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നുവെന്ന്. 2004 ഡിസംബർ 7-ാം തീയതി ഞാനിതുപോലെ ചൊവ്വാഴ്ച പരിശുദ്ധ കുർബാന എടുത്തു വെച്ച് ആരാധന ആരംഭിക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മ ഞാൻ ഈ കൈ കാണിക്കുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ തിരിഞ്ഞു നോക്കുകയും സമയഘടികാരമായി നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് സിൽവർ ഗ്രേയിൽ ഉടുത്ത് ഒരുങ്ങി നിന്ന ഒരമ്മയാണ് കണ്ടത്. ഞാനിത് പറയാൻ കാരണം, കാനായിൽ എന്താ സംഭവിച്ചത്? അതാണ് അന്ന് കൃപാസനത്തിൽ സംഭവിച്ചത്. അമ്മയും അമ്മയുടെ സാന്നിധ്യവും യേശുവിൻ്റെ സാന്നിധ്യവും. ഈ അമ്മയെയും യേശുവിൻ്റെയും ഈ അൾത്താര സാന്നിധ്യം തന്നെയാണ് കാനായിലെ കല്യാണ വേദിയിലും അത്ഭുതങ്ങൾ ഉണ്ടാക്കിയത്. ഏതെങ്കിലും ഒരു വിഷയം, ഇപ്പം നമുക്കറിയാം, യേശുവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വസ്തു ഓഹരിച്ചു തരാൻ എന്നെ ആരാണ് നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യസ്ഥനായി നിയമിച്ചതെന്ന്. അത് ദൈവികമായൊരു നിലപാടാണ്. നിങ്ങളുടെ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, പ്രഭു, എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ മുതിർന്ന കാർന്നവനോട് പറയണം എൻ്റെ വസ്തു ഓഹരിച്ച് എൻ്റെ അവകാശം തരാൻ. അപ്പോൾ കർത്താവ് എടുത്ത ചോദിച്ചത് എന്താണ്? നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യസ്ഥനായിട്ട് ആരാണ് എന്നെ നിയമിച്ചതെന്ന്. അപ്പോൾ കുടുംബകാര്യങ്ങളുടെ യേശുവിനെ കാര്യസ്ഥനാക്കാൻ നോക്കുന്നത് ദൈവികമായ നിലപാടിൻ്റെ ഭാഗമല്ല. നമ്മുടെ ജീവിത അവസ്ഥകൾ യേശു എന്തിനാണ് ഉദ്ദേശിക്കപ്പെടുന്നത്? യേശു ഉദ്ദേശിക്കപ്പെടുന്നത് നിത്യരക്ഷയ്ക്കാണ്. നിത്യരക്ഷ എന്ന് പറയുന്ന ഒരു വലിയ വിഷയത്തെ പിശാച് വളരെ തന്ത്രപരമായിട്ട് യേശുവിനെ നകറ്റിക്കളയാൻ വേണ്ടിയാണ് യേശുവിനെ കഞ്ഞി, കപ്പ, വിവാഹം, വസ്തു, അതുപോലെ തന്നെ കല്യാണം, കുഞ്ഞുങ്ങളുണ്ടാകണത്, ഇങ്ങനെയുള്ള അനുദിന ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് യേശുവിനെ ആളാക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരു കണ്ണുകെട്ടൽ പരിപാടിയാണ്. എന്താണ്? യേശു ക്രൂശിക്കപ്പെട്ട സാഹചര്യം, യേശു ഉയർത്തെഴുന്നേറ്റ സാഹചര്യം, പിതാവ് യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയ എന്താണ്? മനുഷ്യൻ്റെ ആത്മരക്ഷയാണ്. ഈ ആത്മരക്ഷയിൽ നിന്ന് നിത്യരക്ഷയിൽ നിന്ന് യേശുവിനെ പതുക്കെ ഷിഫ്റ്റ് ചെയ്യാനാണ് എപ്പോഴും പിശാച് നോക്കുന്നത്. ഷിഫ്റ്റിങ്ങിൻ്റെ മെയിൻ ആളാണ് പിശാച്. നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഓർക്കുക, പിശാച് രംഗപ്രവേശനം ചെയ്ത് കഴിഞ്ഞുവെന്ന്. കർത്താവിന് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തു വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടു. പാപത്തിന് പരിഹാരം ചെയ്തത് കൊണ്ട് ദൈവം മഹത്വപ്പെട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ്റെ നാമത്തെ വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കാനാണ്. അതുകൊണ്ടാണ് ഈശോ ആ വസ്തു എൻ്റെ കാർന്നവരോട് പറയണം, കുടുംബത്തിലുണ്ട്, എൻ്റെ അവകാശം തരണമെന്ന് പറയുമ്പോൾ ഈശോ പറയും, ആരാണ് എന്നെ നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിന് വേണ്ടി നിശ്ചയിച്ചതെന്ന്. ആ ഒരു ദൈവ മനസ്സിൻ്റെ പശ്ചാത്തലത്തിലാണ് നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടി ദൈവം ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് കാനായിലൊരു വിവാഹാഘോഷം നടന്നു. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അവരെയാണ് അതിന് നിശ്ചയിച്ചിരിക്കുന്നത്. കൈയിട്ടിച്ച് കർത്താവോട് ഹല്ലേലൂയ, യേശു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. പരിശുദ്ധ ദേവമാതാവേ, കാനായിലെ മഹാത്ഭുതത്തിലൂടെ ലോകജനതയ്ക്ക് മുഴുവൻ നിത്യരക്ഷയുടെ കവാടം തുറന്നുകൊടുത്ത വാഗ്ദാന പേടകമായ പരിശുദ്ധിയമ്മേ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധിയമ്മേ, അങ്ങയുടെ മാതൃശക്തിയാൽ ആശ്രയിച്ചുടപ്പെടുന്ന ഓരോ മക്കളെയും ആശീർവദിക്കണമേ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേക്ക് ആരാധന. കരങ്ങൾ തുറന്നു പിടിച്ച് കൃപാസനത്തിൻ്റെ അമ്മേ,
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. പരസ്പരം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. സ്വത്തിൻ്റെ കാര്യമാണ്, സമ്പത്തിൻ്റെ കാര്യമാണ്, ആസ്തിയുടെ കാര്യമാണ്. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അതുതന്നെയാണ് യേശു കാനാരി ചോദിക്കുന്നത്, എനിക്കും നിനക്കും എന്ത്? ഇതിനൊന്നുമല്ല യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത്. കാരണം യേശു മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തിൻ്റെ ഒരു കാലമായിരുന്നു. ആ പിതാവായ ദൈവത്തിൻ്റെ ശക്തിയാലാണ് പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായിട്ട് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ വാഗ്ദാന നാട് പ്രാപിച്ചത്. ആ പിതാവായ ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമായിട്ടായിരുന്നു തേൻ്റെ രുചിയുള്ള മന്നയും പാറയിൽ നിന്നുള്ള ജലവും അനുദിന ആഹാരത്തിനും പാനീയത്തിനും ദൈവം നൽകിയത്. അപ്പോൾ അനുദിന ആഹാരത്തിന് ദൈവത്തിൻ്റെ യഹോവയുടെ സാന്നിധ്യത്തിൽ ദൈവപരിപാലനയുടെ സംവിധാനം ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് യേശു മനുഷ്യാവതാരം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് മന്ന തരുവാനും വെള്ളം തരുവാനും ഒന്നുമല്ല. യേശുക്രിസ്തുവിനെ നീ അവൻ്റെ നിത്യരക്ഷയ്ക്ക്, നമ്മുടെ നിത്യരക്ഷയ്ക്ക് നിദാനമായ സിംഗിൾ നെയിം, ഒരേ ഒരു നാമമായിട്ട് കണ്ടെത്തുമ്പോഴാണ് പുതിയ നിയമത്തിലെ ദൈവത്തെ നീ കണ്ടെത്തുന്നത്. കൈയടിച്ച് യേശു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അതാണ് യോഹന്നാൻ 3:16 നമ്മൾ പറയുന്നത്. എന്താണ്? തൻ്റെ ഏകജാതനിൽ, ഏറ്റവും പറഞ്ഞേ, തന്റെ ഏകജാതനെ വിശ്വസിക്കുന്നവരെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ മനുഷ്യനെ എന്നെ സ്നേഹിച്ചു. അടിച്ചു കിടന്ന നീ സ്നേഹിക്കുന്നത് നിൻ്റെ പദാർത്ഥ മാത്രമായ ആനുകൂല്യങ്ങളുടെ അളവിലാണ്. ക്രിസ്തു അങ്ങനെ മാത്രം സ്നേഹിക്കപ്പെടേണ്ട ആളല്ല. നിനക്ക് ജോലി കിട്ടി, അതുകൊണ്ട് യൂദാസുനാളിനോട് നീ നന്ദി പറയണ പോലെ നീ യേശുവിനോടും പറയും നന്ദി കർത്താവ് എന്ന് പറയും. ദാറ്റ് മീൻസ് നീ ദൈവത്തെ സ്നേഹിക്കുന്നത് നിൻ്റെ ഭൗതികമായ ആനുകൂല്യത്തിൻ്റെ അളവാണ്. അപ്പോൾ പിശാച് എന്താണ് ചെയ്യണത്? തന്ത്രപരമായിട്ട് നിൻ്റെ നിത്യജീവന് വേണ്ടി അവൻ ചിന്തിയ രക്തത്തെ, അവൻ ചൊരിഞ്ഞ ജീവനെ, അവൻ്റെ നിത്യസമർപ്പണത്തെ തന്ത്രപരമായിട്ട് പിശാച് മറച്ചു വെക്കുന്നത് അനുദിന ആവശ്യങ്ങളുടെ വക്താവായിട്ട് യേശുക്രിസ്തുവിനെ റെഡ്യൂസ് ചെയ്യുമ്പോഴാണ്. ജീസസ് ഇസ് റെഡ്യൂസ്ഡ്. ആരാണ് റെഡ്യൂസ് ചെയ്തത്? സാത്താൻ റെഡ്യൂസ് ചെയ്യും. എന്നും യേശുവിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി സാത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടാൻ പറയണതല്ല, ഈ പ്രലോഭനത്തിൻ്റെ ഭാഗമാണ്. വിശ്വാസി ഇന്ന് വലിയൊരു പ്രലോഭനത്തിൻ്റെ കീഴിലാണ്. കാര്യം അനുദിന ജീവിതങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ ഒരു സമാശ്വാസമായി മാത്രം യേശുക്രിസ്തുവിനെ കാണാൻ ശ്രമിക്കുന്ന പിന്നിൽ വരാൻ പോകുന്നത് നിത്യരക്ഷയുടെ നിറം മങ്ങിപ്പോണതാണ്. നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് അവൻ നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അവൻ്റെ ജീവൻ ചൊരിഞ്ഞ് രക്തം ചിന്തതിലാണ്.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, എനിക്ക് വേണ്ടി തിരുവിലാവിലും മുറിവേറ്റവനെ, എനിക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, എന്റെ നിത്യമായ ജീവിതത്തിന് വേണ്ടി, എന്റെ പാപക്ഷമയ്ക്ക് വേണ്ടി, നിന്റെ ജീവൻ ചൊരിഞ്ഞതിന്, തിരുരക്തം ചൊരിഞ്ഞതിന്, ഓ ദൈവമേ, ഈ ജന്മം കൊണ്ട് ഞാൻ നിത്യത വരെ നിന്നോട് നന്ദിയുള്ളവനാകും, നന്ദിയുള്ളവളാകും. നമ്മൾ അതായത് വിശുദ്ധ യോഹന്നാൻ ഓരോ അധ്യായവും ഓരോ വ്യക്തികളെയാണ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം യേശു അനുഭവമുള്ള, യേശുവിൻ്റെ ദൈവികമായ പദ്ധതിയെ വെളിവാക്കുന്ന ഓരോ കണ്ണാടികളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും വിശുദ്ധ യോഹന്നാൻ. ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ദൈവത്താൽ അയക്കപ്പെട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു എന്നാണ് പറയണത്. ആരാണത്? ജോൺ ദി ബാപ്റ്റിസ്റ്റ്. ആദ്യത്തെ അധ്യായത്തിൽ ജോൺ ദി ബാപ്റ്റിസ്റ്റ് അവതരിപ്പിക്കും. പക്ഷെ അതിക്ക് മുമ്പ് ഒരു കാര്യം പറയും. ഈ സുവിശേഷം ഞാൻ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിക്കുന്ന യോഹന്നാൻ ലേഖനം 1:1 സുവിശേഷം. ഈ സുവിശേഷം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞാൻ ചെവി കൊണ്ട് കേട്ടതാണ്, എൻ്റെ കൈകൊണ്ട് ഞാൻ സ്പർശിച്ചതാണ്. എന്തിനെക്കുറിച്ചാണ് ഇത് പറയണത്? ഈ സുവിശേഷം മുഴുവൻ പറയണത് ഒരേ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും. കാര്യമെന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനമാണ് യേശുക്രിസ്തുവായി മാംസമായി നിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയത്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുതിയ പരിശുദ്ധാത്മാവേ, വചനമെഴുതിയ പരിശുദ്ധാത്മാവേ, യേശുവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവേ, യേശുവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവേ, അപ്പോസ്തലന്മാരെ അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവേ, സഭയെ നയിച്ച പരിശുദ്ധാത്മാവേ, വചനം കേൾക്കുവാൻ, വചനം ജീവിക്കുവാൻ, സുവിശേഷത്തിന്റെ സാക്ഷിയാകുവാൻ, സുവിശേഷം ആകുവാൻ, സുവിശേഷം ഏകുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ. അമ്മയെ അവതരിപ്പിക്കുന്നത് വചനത്തെ അവതരിപ്പിച്ചിട്ട് അടുത്ത സമയത്ത് വചനം മാംസമാക്കാൻ സമർപ്പണം ചെയ്ത വ്യക്തിയാണ് സുവിശേഷം അവതരിപ്പിക്കുന്നത്. ആദ്യം വചനത്തെ അവതരിപ്പിക്കാം. യോഹന്നാൻ്റെ 1-ാം അധ്യായത്തിലെ ആദിയിൽ വചനം ഉണ്ടായിരുന്നുവെന്ന് പറയും. പിന്നീട് പറയും ആ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് മനുഷ്യാവതാരം ചെയ്യിക്കാൻ മനസ്സുകൊണ്ട് സമർപ്പണം ചെയ്ത് വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ച ഒരാളുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. കൈയിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അമ്മേ പരിശുദ്ധ ദേവമാതാവേ, യോഹന്നാന്റെ സുവിശേഷം 19 ലഭിച്ച അഭിഷേക നിറവ് കർത്താവേ ലോകത്തിന് മുഴുവൻ അമ്മയായി നൽകിയ അമ്മയുടെ മഹനീയ സാന്നിധ്യം നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, കരങ്ങൾ വീശി യേശുവേ ആരാധിക്കുക. അമ്മയോടൊപ്പം ആരാധിക്കുക. അമ്മയുടെ മാധ്യസ്ഥത്തിൽ ആരാധിക്കുക. മകളെ കൈ നെഞ്ചത്ത് വെച്ച് ശിരസ് കുമ്പിട്ട് നിങ്ങൾക്ക് തോന്നണം നിങ്ങൾ ആരാധിക്കുകയാണെന്ന്. കൈ നെഞ്ചത്ത് വെച്ച് ഒരു ശിരസ് കർത്താവിനെ കുമ്പിട്ട് പറയുക, യേശുവേ, ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ആരാധന. അങ്ങിലുള്ള എന്റെ സ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ. യേശുവേ, വിശുദ്ധ രക്തത്താൽ വീണ്ടെടുത്തുകൊണ്ട് ആ വീണ്ടെടുപ്പിലെ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്ന കർത്താവേ, ആരാധിക്കാനുള്ള ആത്മാവിനെ ഇപ്പോൾ നൽകണമേ. ദൈവസംഘത്തിന്റെ ആത്മാവിനെ ഇപ്പോൾ നൽകണമേ. വിശ്വാസത്തിന്റെ ആത്മാവിനെ ഇപ്പോൾ നൽകണമേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ആരാധിക്കുന്ന മക്കളുടെ മേൽ, ആവശ്യങ്ങളുടെ മേൽ
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസം വർദ്ധിക്കണം മക്കളെ, ദൈവസ്നേഹവും വർദ്ധിക്കണം. ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ എന്താ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് എനിക്കിപ്പോൾ അത് തന്നതാണ്. ഞാൻ എന്നോട് ആദ്യം വചനം പറയാൻ പറഞ്ഞു, അമ്മയെക്കുറിച്ച് പറയാൻ പറഞ്ഞു, അപ്പായെക്കുറിച്ച് പറയാൻ പറഞ്ഞു, ഈശോയെക്കുറിച്ച് പറയാൻ പറഞ്ഞു, അതുപോലെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയാൻ പറഞ്ഞു. അതായത് ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമ്മൾ ഏത് തകർച്ചയിലും നമ്മളിങ്ങനെ ഇട്ടിച്ചിടിച്ച് നീക്കാം, വിട്ടുകൊടുക്കത്തില്ല. ഒരു വിശ്വാസി, യേശുവിൽ വിശ്വാസി, കർത്താവ് പറഞ്ഞതല്ലേ, ഭയപ്പെടേണ്ട എന്ന് പറയും. എന്താണ്? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മൾ 6:23 വായിക്കുമ്പോഴേ യോഹന്നാൻ്റെ സുവിശേഷത്തെ ഏറ്റു പറഞ്ഞേ, ഭയപ്പെടേണ്ട. 16:23 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. കർത്താവേ, ഞങ്ങളൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കട്ടെ. മഹത്വപ്പെട്ട കരങ്ങൾ വീശിക്കൊണ്ട് ഈശോയെ ആരാധിക്കട്ടെ. കർത്താവേ, വചന അഭിഷേകം നൽകണമേ. കർത്താവേ, വചന വെളിപാട് നൽകണമേ. പ്രബോധനം നൽകണമേ. വചനത്തിൽ ജീവിക്കാൻ വചനം ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അവയെ പോലെ വചനമേകാൻ കൃപചൊരിയണമേ. പരിശുദ്ധമായ മാതാവേ, ആരാധന. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഈശോ എന്താ ആഗ്രഹിക്കണത്? കർത്താവിൽ നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? സമാധാനം. എല്ലാ വിഷയങ്ങൾക്കും സമാധാനം. ഒരു ക്ലേശം അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് ഒരു ടെസ്റ്റ് നടത്തിയാൽ കൊള്ളാം, ആ ടെസ്റ്റ് നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ സമാധാനം നഷ്ടപ്പെടത്തില്ലേ? മനുഷ്യന് ആദ്യം എന്ത് വിഷയം ഉണ്ടായാലും നമുക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് എന്താ? സമാധാനമാണ്. അപ്പോഴീ സമാധാനമായിട്ടാണ് ആദ്യം ഈശോ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് അനുഭവവേദ്യമാകണത്. അതാണ് ഈശോ പറയണത് 16:33 നിങ്ങൾ ഏറ്റു പറഞ്ഞ നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. എങ്ങനെ സമാധാനം വെച്ചാൽ കുറേ പ്രേയർ ചെയ്ത്, പക്ഷേ ഉടമ്പടി പോലെ നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്താൽ അഭിഷേകം ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ന് സഭയിലില്ല, സത്യമായിട്ടില്ല. ഞാൻ ആദ്യത്തെ കുറേ കാലങ്ങൾ 15 ഞാൻ 984 തുടങ്ങിയ ധ്യാനമാണ് നിങ്ങൾ ഓർക്കണം. അതായത് ഡീക്കനാണ് കാലത്ത് തൃശ്ശൂർ രൂപത്തിലാണ് ഞാൻ ആദ്യം ധ്യാനിപ്പിക്കുന്നത്, കണ്ടാണശ്ശേരി വാഗയിലേക്ക്. അപ്പോൾ 84 തുടങ്ങിയ ധ്യാനമാണ്. ഞാനൊരു 2015 വരെ കേരളത്തിൽ മാത്രം 107 ജപമാല ജീവിത ദർശന ധ്യാനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ധ്യാനങ്ങളുടെ എല്ലാത്തിൻ്റെ അവസാനം എപ്പോഴും എൻ്റെ മനസ്സിൽ കർത്താവ് തരും, ഇതിൻ്റെ അപ്പുറത്ത് ഈ ധ്യാനങ്ങൾക്കെല്ലാം കുറച്ച് പലതരത്തിലുള്ള ലുപ്പ് ഹോൾസ് ഉണ്ട്. ഇതിനെല്ലാം പെർഫെക്റ്റായിട്ടൊരു മനുഷ്യൻ്റെ ഇഹവും പരവും ഒരേ സമയം തന്നെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും കവർ ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് പാക്കേജ്, ഒരു പ്രോജക്റ്റ് വരും. പക്ഷേ എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത് കാലാന്തരത്തിലാണ് ഉടമ്പടിയിലേക്ക് വരണത്. അപ്പോൾ ഈ ഉടമ്പടി ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായി. ഞങ്ങൾ ഒരു അനീറ്റ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ ഇവിടെ സാക്ഷ്യം എന്ന് പറയുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ അവൾക്ക് ടെർമിനേഷൻ ലെറ്റർ വന്നു. ഗ്രൗണ്ട് നോക്കുന്ന ആളാണ് വിമാനത്താവളത്തിൻ്റെ. അപ്പം പെട്ടെന്ന് അവൾക്ക് ടെർമിനേഷൻ ലെറ്റർ വന്ന്, പെട്ടെന്നല്ല, അതെന്തോ കോൺട്രാക്റ്റ് തീർന്ന എന്തോ പരിപാടിയാണ്, ടെർമിനേറ്റഡ് ആയ ആൾ. പക്ഷേ ചേട്ടത്തിൻ്റെ കല്യാണം അനിയത്തിൻ്റെ കല്യാണം നടന്നിട്ടില്ല, കുടുംബത്തിലെ സാമ്പത്തിക ബാധ്യത മാറിയിട്ടില്ല. പെട്ടെന്നിങ്ങനെ വെള്ളിടി പോലെ ഒരു ടെർമിനേഷൻ ലെറ്റർ വന്നാൽ നമ്മൾ പതറിപ്പോകും. പക്ഷേ ഇവൾ പതറിയില്ല. എന്താ കാര്യം? ഇവൾ ഉടനെ ചെയ്ത വിമാനത്താവളത്തിൽ വെച്ച് ഇവൾ ചെയ്ത പരിപാടി, ഈ ടെർമിനേഷൻ ലെറ്റർ വെച്ചിട്ട് ഉടമ്പടി കാശുരം എടുത്ത്, എനിക്കറിയാമല്ലോ ഉടമ്പടി കാശുരത്തിൻ്റെ രീതി അറിയാമില്ല, അത് ഒരു ജ്ഞാപകമാണ്. പഴയ നിയമത്തിൽ ഉടമ്പടി ചെയ്യുന്നവർ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് അവർക്കൊരു ജ്ഞാപകം കൊടുത്ത് നെറ്റി കെട്ടിക്കൊണ്ട് നടക്കും.
മരിയൻ ഉടമ്പടി ആയതുകൊണ്ടാണ് ആ ജ്ഞാപകം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്. ഇതിനു വേണ്ടി മാത്രം ചെയ്യിച്ച വലിയ കാശ് രൂപ. അത് പരിശുദ്ധ കുർബാന ചൊല്ലി 7 തരം പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ആ ഉടമ്പടി കാശ് രൂപം വെഞ്ചരിക്കുന്നത്. അത് ബോധമുള്ളവർക്കറിയാം, അല്ലാത്തവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ കാശ് രൂപ എന്ത് ചെയ്യാൻ വെച്ചാൽ ഇവളെടുത്തിട്ട് ഈ ടെർമിനേഷൻ ലെറ്ററെ വെച്ചിട്ട് അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അമ്മയോട് പറയും, അമ്മേ ഇത് ടെർമിനേഷൻ ലെറ്ററാണ്, എന്നെ ഡിസ്മിസ് ചെയ്ത ലെറ്ററാണ്, ഇത് നീ അപ്പോയിൻമെൻ്റായിട്ട് മാറ്റണമെന്ന് പറയും. ഒരു ടെർമിനേഷൻ ലെറ്ററിൻ്റെ അകത്ത് ഒരു അപ്പോയിൻമെൻ്റ് ഇരിക്കുന്നുവെന്നുള്ളത് ആരാണ് മനസ്സിലാക്കുന്നത്? പരിശുദ്ധാത്മാവാണ് മനസ്സിലാക്കുന്നത്. ഒരു നമ്മുടെ കിട്ടുന്നത് എന്താണ്? ടെർമിനേഷൻ ലെറ്ററാണ്. പക്ഷേ ഈ കുട്ടിയുടെ വിശ്വാസവും ദൈവത്തോടുള്ള അടുപ്പവും കാരണം പരിശുദ്ധാത്മാവ് ഉടനെ പറയും, ഇത് നീ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ പതറാതെ അവിടെ മുതൽ കാശിനും വെച്ചിട്ട് വിശ്വാസപ്രവാഹം ചെല്ലിട്ട് പറയും, അമ്മേ ഇത് എനിക്ക് അപ്പോയിൻമെൻ്റ് ആക്കി തരണമെന്ന് പറയും. എൻ്റെ അനിയത്തിയെ കെട്ടിച്ചിട്ടില്ലെന്ന് പറയും. അതാണ് സാധനം. പറയേണ്ട ഫീൽഡിൽ പറയണം. നമുക്ക് പറയാൻ വേണ്ടിയാണ് അമ്മയെ തന്നിരിക്കുന്നത് ദൈവം. കാരണം വിത്തിൻ നോ ടൈം ഈ സാധനം അപ്പോയിൻമെൻ്റായിട്ട് മാറും. എവിടെയാണെന്ന് അറിയോ? നെടുമ്പാശ്ശേരിയിൽ, അവളുടെ വീടിൻ്റെ അടുത്ത്. ഒരു കാര്യം ചെയ്യണത്, ദൈവം ചെയ്യണ കാര്യങ്ങൾ കണ്ടല്ലേ, അത് അപ്പോയിൻമെൻ്റായിട്ട് മാറും. കരിപ്പൂരിൽ നിന്ന് മാറ്റിയിട്ട് നെടുമ്പാശ്ശേരിയിലോട്ട് അപ്പോയിൻമെൻ്റ് ആവും. അത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, കൈകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, വാഗ്ദാന പേടകമേ, ശ്രുതിക്കട്ടെ. ആരാധന പ്രിയമുള്ളവരെ, ഈ അവൻ പറയുന്നത് ചെയ്തിടുവേൻ. നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഉൽപ്പത്തി മുതൽ സഞ്ചരിക്കുന്ന ദൈവനിർദ്ധാരണമാണ്. ഇതൊക്കെ ഇപ്പോഴല്ലേ ഇതിനെ മുദ്ര പൊട്ടിച്ച് അമ്മ നമുക്ക് പരിശുദ്ധാത്മ നമുക്ക് തരണത്. ഇത് ഉൽപ്പത്തി മുതൽ പ്രളയം വരാൻ പോകുമ്പോൾ സർവനാശത്തിന് മുമ്പ് ദൈവം കണ്ടുപിടിച്ച സമുദ്ധാരണ സൂത്രവാക്യമാണ് ഉടമ്പടി. സർവനാശത്തിന് മുമ്പ് ദൈവം കണ്ടുപിടിച്ച സമുദ്ധാരണ സൂത്രവാക്യമാണ് ഉടമ്പടി. അതാദ്യം ചെയ്ത ആരോടാണ്? നോഹിനോടാണ്. മനുഷ്യൻ പാപം ചെയ്ത് അതിൻ്റെ ശമ്പളമായ പ്രളയം ക്ഷണിച്ചു വരുത്തി കഴിഞ്ഞപ്പോഴേ, പ്രളയത്തിന് മുമ്പ് ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ട് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം കണ്ടെത്തിയിട്ടാണ് ലോകത്തെ രക്ഷിക്കുന്നത്. നോഹിനോട് പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ഗോഫേർ മരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കിയിട്ട് അതിന് നീളം 300 മുഴം, വീതി 50 മുഴം, ഇങ്ങനെ എല്ലാം കീല് ചെയ്യേണ്ട രീതികൾ വരെ പെട്ടകത്തിന്. എങ്ങനെയാണ് കൃപാസനത്തെ വാഗ്ദാന പേടകം ചെയ്യാൻ വേണ്ടി കൃപാസനം ഉണ്ടാക്കാൻ ദൈവം മോസസിനോട് പറഞ്ഞത്, അതേ രീതിയിലാണ് ആദ്യത്തെ കൃപാസനം ആയിരിക്കുന്നത്. ആദ്യത്തെ വാഗ്ദാന പേടകമായിരിക്കുന്നത് നോഹിൻ്റെ പെട്ടകമാണ്. ഈ പെട്ടകം രൂപപ്പെട്ട് വരണത് സർവനാശത്തിൻ്റെ മുന്നുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പെട്ടകം പണിത് കഴിഞ്ഞപ്പോഴേ കർത്താവിൻ്റെ വചനം പറയണത് എന്താണ്? കർത്താവ് പറഞ്ഞതുപോലെ നോഹ ചെയ്തു എന്നാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 6-ാമത്തെ 22-ാമത്തെ വാക്യം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ സ്തുതിക്കുന്ന കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ, കർത്താവെ ഉടമ്പടിയെ സമർപ്പിച്ച് ശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. കർത്താവ് പറഞ്ഞതെല്ലാം യേശുവേ. 36:22 ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. ഇതാണ് അവൻ പറയണത് പോലെ തന്നെ ചെയ്യുവിൻ, അവൻ പറയണത് ചെയ്യുവിൻ എന്ന് പറയുന്നത് ഒരു സൂത്രവാക്യമാണ്. നശിച്ച് നാറാണക്കല്ല് പെറുക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു കുടുംബം രക്ഷപ്പെടാനുള്ള ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ സൂത്രവാക്യമാണ് ഉടമ്പടി.
അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടിയിലെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവനാമത്തിൽ നമ്മുടെ പവർ കൂട്ടാൻ വേണ്ടി, ഇതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ അവൻ പറഞ്ഞതെല്ലാം 6 കാര്യങ്ങൾ എടുത്തിട്ട് ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അത് ചെയ്യുമ്പോൾ ആ ഒരു ബോധം ഉണ്ടാകണം. സർവനാശം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായി, അത് നിങ്ങൾ ഓർക്കണം. അതായത് ഉടമ്പടി കൃത്യമായിട്ട് ചെയ്ത് പുതുക്കിയ ഒരു ദമ്പതിയാണ്. ഒരു പക്ഷേ ഈ ആഴ്ചയിലുള്ള ഏറ്റവും നല്ല സാക്ഷ്യവും ഏറ്റവും കൂടുതൽ വിമർശനം നേടിയ സാക്ഷ്യവും അതാണ്. കൃപാസനം ഉണർന്നത് കാണുമ്പോഴേ, അതായത് വിമർശനം കൂടുന്നത് കാണുമ്പോൾ നമുക്കറിയാം സാത്താൻ ഉണർന്നു എന്നറിയാം. എന്താ കാര്യം? അത്ര കണ്ട് വെടികെട്ട് ദൈവികമായ ഇടപെടൽ വരുമ്പോൾ തീർച്ചയായിട്ടും യുക്തിവാദികൾക്കും അതുപോലെ തന്നെ ഈശ്വരവിശ്വാസികളല്ലാത്തവർക്ക് ഇങ്ങനെ വെകിളി കൂടും. അപ്പോൾ അങ്ങനെ പണ്ടും ഇങ്ങനെയായിരുന്നു. വെകിളി കൂടിയ സമയത്താണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ. ഒരു ദിവസത്തെ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് ഇപ്പോൾ 740. ഇപ്പോഴത്തെ സബ്സ്ക്രിപ്ഷൻ റേറ്റാണ്. 1 ഡേ കൃപാസനം ഇട്ട് ഷൂട്ടപ്പ് ചെയ്ത് പോവുകയാണ് സംഭവം. അതായത് കർത്താവ് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുകയും. അപ്പം അതുകൊണ്ട് ഇത് വെറുതെ ഒരു 140-120 ആയിരുന്നു മാർച്ച് അവസാനമായപ്പോൾ. ഒക്ടോബറിന് ശേഷം ഇത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതനുസരിച്ച് ഭയങ്കര വിമർശനവും തെറിയും പൊളിച്ച തെറികളൊക്കെയാണ് ഓരോ സാക്ഷ്യത്തിനിടയ്ക്ക് നിരീശ്വരന്മാരും മറ്റുള്ള ആൾക്കാരെ കമൻറ്റ് ചെയ്യണത്. അതായത് ദൈവം ഇതങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്താ സംഭവം? ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അതായത് ഒരു ദമ്പതി അവരൊന്ന് ഉടമ്പടി പുതുക്കി കൃത്യമായിട്ട് ചെയ്ത് പുതുക്കി കഴിഞ്ഞപ്പോഴും അവർക്ക് കുഞ്ഞിനെ കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഒരു കുഞ്ഞിന് വേണ്ടിയാണ് അവരോട് ഉടമ്പടി ചെയ്യണത്. അപ്പോഴേ എനിക്കും അറിയാം, താത്വികമായിട്ടും ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഇവർക്ക് കുഞ്ഞിനെ കിട്ടത്തില്ലെന്നറിയാം. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ ഒരാളെ കയ്യെ തൊടുമ്പോഴും പിടിക്കുമ്പോഴും നെറ്റിക്ക് തൊടുമ്പോഴും ഒക്കെ നമുക്കറിയത്തില്ലേ എന്താണ് കർത്താവ് ഇവിടെ ചെയ്യാൻ പോണതും അതായത് സ്വാഭാവികമായിട്ട് ഇവർക്ക് കുഞ്ഞിനെ കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാര്യം 17 വർഷമായി. വൈഫിൻ്റെ വയസ്സ് 45 കഴിയാനായി. ഹസ്ബൻഡ് വയസ്സ് ഒരു 53-52 ഇപ്പം സ്വാഭാവികമായിട്ട് ഇപ്പോൾ കുറേ 17 കൊല്ലത്തെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതാണ്. ഇപ്പം തീർന്നു. അപ്പോൾ ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സ്വാഭാവികമായ മാർഗങ്ങൾ, യുക്തിയുടെ മാർഗങ്ങളെല്ലാം തീരുമ്പോൾ വിശ്വാസത്തിൻ്റെ മാർഗങ്ങളാണ് പിന്നെ സർവൈവ് ചെയ്യണത്. കർത്താവ് എന്നോടൊരു വാക്ക് പറഞ്ഞത് വെട്ടിച്ചില് പോലെ എൻ്റെ മനസ്സിലുണ്ട്. കർത്താവ് പറഞ്ഞത്, ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിൻ്റെ സന്തതികൾ ഉൽപ്പാദിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് കൈയിടിച്ച് അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേൽ ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ ഇപ്പോൾ തത്സമയം ടൈപ്പ് ചെയ്യുന്നവരുടെ മേൽ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 45 വയസ്സുണ്ട് ആ ചേച്ചിക്ക്. അവരെന്നെ ഭർത്താവിനും 53 വയസ്സുണ്ട്. ഇവർ കല്ലാണെന്ന് നമുക്കറിയാം. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞത്? ഈ കല്ലിൽ നിന്ന് ഞാൻ എന്ന് പറഞ്ഞേ, ഈ കല്ലിൽ നിന്ന് ഞാൻ എബ്രാഹത്തിന്റെ സന്തതികളെ ഉൽപ്പാദിപ്പിക്കും. അപ്പോഴതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ഇനി നമുക്ക് ഉടമ്പടി മുന്നോട്ട് പോകാൻ വരട്ടെ, നേരിട്ട് വന്ന് കാര്യം പറയാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാനിവരെ വിളിച്ച് ആൾക്കാരെ കൊണ്ടുവന്നു. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു രോഗം ഉണ്ടായാൽ, ഇപ്പോൾ ഹസ്ബൻഡാണ് വരുന്നതെങ്കിൽ വൈഫിൻ്റെ രോഗം എവിടെയാണ്, വയറിലാണെങ്കിൽ അല്ല തലയിലാണെങ്കിലുമൊക്കെ ഞാൻ തുടരെ മുമ്പ് തന്നെ ഹസ്ബൻഡിനോട് അനുവാദം ചോദിക്കും. വൈഫ് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും, നിങ്ങൾ വയറെ കൈവെക്ക്, നിങ്ങളുടെ വയറെ ഞാൻ കൈവെക്കാമെന്ന് പറയും. നിങ്ങൾ വയറെ കൈവച്ച് ഞാൻ നിങ്ങളുടെ കയ്യെ കൈവെക്കാമെന്ന്. അതാണ് മാന്യമായിട്ട് ചെയ്യുന്ന രീതികളെന്ന് പറയും. അപ്പം ഞാൻ അങ്ങനെ ഇവരെ തൊടാതെ പ്രാർത്ഥിക്കത്തില്ല എപ്പോഴും. കാര്യം നമ്മളൊരു വ്യക്തിയെ കൊറോണ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളിപ്പോൾ ഈ കൊറോണയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ തൊട്ടാ പ്രാർത്ഥിക്കണത്. എന്നിട്ട് ഞാൻ സ്റ്റെറിലൈസ് ചെയ്യും. അത് വ്യക്തിയോടെ അല്ലാതെ നമ്മൾ ഈ എന്താണ് ദൈവങ്ങൾ അനുഗ്രഹം ചൊരിയണ പോലെ അകലയുന്നുണ്ട്, ആ 4 മീറ്റർ അകലയുന്നുണ്ട്, കൈവെക്കണ പരിപാടിയൊന്നുമില്ല. അതുള്ളത് കാര്യം നമ്മൾ ഉള്ളത് പോലെ. ബാക്കി കർത്താവാണ് നോക്കേണ്ട കാര്യം.
ബാക്കിയുള്ള വിഷയം യേശുവാണ് നോക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും തൊട്ടേ പ്രാർത്ഥിക്കത്തുള്ളൂ, തൊടാതെ ആരെയും പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ എന്നുവെച്ചാൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരെ ഞാൻ സാനിറ്റൈസ് ചെയ്ത് വിടറേ, ശാസ്ത്രീയമായ വിഷയം ചെയ്യണത്. പക്ഷെ നമ്മൾ തൊട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നമ്മൾ അതായത് ആ വ്യക്തിയെ മീഡിയേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നാണ് പറയണത്. ആ വ്യക്തിക്ക് രോഗമുണ്ട്, ക്യാൻസർ 4ാം സ്റ്റേജിലാണ്. അപ്പോൾ അഭ്യാസം കാണിച്ച് മോളിൽ നിന്ന് അകലയിൽ നിന്ന് ഇങ്ങനെ കൈ കാണിച്ച് പരിപാടിക്കാനുള്ള അഭ്യാസങ്ങളല്ല, മറിച്ച് ആ വ്യക്തിക്ക് ക്യാൻസർ 4ാം സ്റ്റേജാണ്. ആ വ്യക്തിയെ ഞാൻ സ്പോൺസർ ചെയ്യുകയാണ്. എൻ്റെ കുഞ്ഞുനാളും മുതൽ ഞാൻ നിൻ്റെ കൂടെ, ഞാൻ ഇടയ്ക്ക് ആളാൻ മുട്ടിക്കഴിയുമ്പോൾ, മൊഴി മുട്ടിക്കഴിയുമ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. 4 വയസ്സ് മുതലാണ് എൻ്റെ അപ്പൻ നീയാണ് ദൈവമെന്ന് എന്നോട് പറഞ്ഞത്. അതിനുശേഷം ഞാൻ വേറെ ഒരു ദൈവത്തിൻ്റെ അടുത്തും പോയിട്ടില്ല. എനിക്ക് വേറെ മാർഗ്ഗമില്ല, ഇവളെ നീ സുഖപ്പെടുത്തണം. ഇത്രയേ ഉള്ളൂ സാധനം. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധി ക്രെഡിബിലിറ്റി ഉണ്ടാകണം. ഇത് നിങ്ങൾ അതും ശരിയാകാം ഇതും ശരിയാകാം എന്നൊക്കെ പറഞ്ഞ് അഴകുഴമ്പം കയ്യാങ്കളി കാണിച്ചാൽ നിങ്ങളുടെ കലിബർ പോകും. കലിബർ പോയാൽ പിന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ സത്ത് പോയില്ലേ. അപ്പം നട്ടലോട് കൂടി യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് സൗഖ്യത്തിന് തിരക്ക് കിടക്കേണ്ട കാര്യമില്ല. കാര്യം അവൻ്റെ നാമം തന്നെയാണ് സൗഖ്യം. കൈ ഇടിച്ച് കിടത്താൻ ചൊല്ലി ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വചനം മത്തായിയുടെ സുവിശേഷം 3:9 വചനം. ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിൻ്റെ സന്തതി ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഈ ദൈവത്തിന് കഴിയും എന്നൊക്കെ ഈശോ പറയുന്നൊരു വാക്കുണ്ട്. അത് നമ്മൾ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴും കർത്താവ് പൂങ്കാവനത്തിൽ ചോര വിയർത്ത് കിടക്കുന്ന സമയത്തും ഈശോ പ്രഖ്യാപിക്കുന്നൊരു വിശ്വാസമാണത്. എന്താണ്? ശ്രദ്ധിച്ച മക്കളെ, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മർക്കോസിൻ്റെ സുവിശേഷം 14:36. മർക്കോസ് 14:36. ചോര വിയർത്ത് നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ആപതില്ലാതെ അവശതയോട് കിടക്കുമ്പോഴും ഈശോ വിശ്വാസം പ്രഖ്യാപിക്കും. എന്താണ്? പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. ഇതാണ് ജീസസ്. അതാണ് 14 നാം വായിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 14:36. അതായത് പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യം. ഒന്ന് പറഞ്ഞ മക്കളെ, പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. നിങ്ങളുടെ രോഗത്തിൻ്റെ അവസ്ഥകളിലെ കൈവച്ച് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ രോഗമുള്ള ഇടത്തേക്ക് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. എൻ്റെ സൗഖ്യവും അങ്ങയ്ക്ക് സാധ്യമാണ്. പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. ഓൺലൈനിൽ ഇരിക്കുന്നവരെല്ലാം രോഗാവസ്ഥകളിലുള്ളവരെ സ്പർശിച്ചുകൊണ്ട് സ്വയം രോഗിയാണെങ്കിൽ രോഗമുള്ള ഇടത്ത് കൈവച്ചുകൊണ്ട് അതിൻ്റെ ഈ വചനം പറയുക. പിതാവേ, മർക്കോസ് 14:36 പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധ്യമായി കർത്താവേ ഒന്നുമില്ല ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന് നമുക്കൊരു ബോധം കിട്ടും. ആ സമയത്ത് ഞാൻ അവരെ കൂട്ടി അൾത്താരെ മാതാവിൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടും അമ്മേ അവരെ തൊട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവരോട് അൾത്താറെ എന്ന് വെച്ചും പറഞ്ഞു 4 മാസം കഴിയുമ്പോൾ നീ പ്രഗ്നൻ്റ് ആകുമെന്ന് പറഞ്ഞു. ആ സാക്ഷ്യം കിടക്കുന്നുണ്ട്. ഇപ്പം അത് പ്രൈവറ്റാണ്. അത് ഉടനെ അടുത്ത ദിവസങ്ങളിൽ അത് പബ്ലിക്കായിട്ട് വരും. അതായത് 4 മാസത്തിനുള്ളിൽ നീ പ്രഗ്നൻ്റ് ആകുമെന്ന്. ഞാനെന്ത് ഉദ്ദേശത്തിൽ പറഞ്ഞതാ? അതായത് കർത്താവ് എനിക്ക് തന്നൊരു രഹസ്യ നോട്ടിൽ ഞാൻ പറയണതാണത്. കാര്യം ഇവർക്ക് 45 വയസ്സുണ്ട്, ഭർത്താവിന് 53 വയസ്സ് ഉണ്ട്. 17 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. ഇത് കല്ലാണ് ശരിക്കും. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 9:3-9 അനുസരിച്ച് കൊണ്ട് ഈ കല്ലാണിത്. പക്ഷേ എന്താണ്? ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിൻ്റെ സന്തതികളെ ജനിപ്പിക്കാൻ ആർക്ക് കഴിയും? ശാസ്ത്രത്തിന് കഴിയത്തില്ല. ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഈ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ 4 മാസം പറയണത്.
4 മാസത്തിനുള്ളിൽ കർത്താവ് നിന്നെ കുഞ്ഞിനെ തരുമെന്ന് പറയും. അപ്പോഴെന്ത് ചെയ്യും? ഞാൻ വചനത്തെ ഹോണർ ചെയ്യണ കാരണം ഇത് വർക്കൗട്ട് ചെയ്യണത്, നമ്മൾ വചനത്തെ ഹോണർ ചെയ്താൽ തിരിച്ച് നമ്മുടെ വചനത്തെ ദൈവം ഹോണർ ചെയ്യും. കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പുതിയ കഴിഞ്ഞിട്ട് പറയണതല്ല. നമ്മൾ വചനത്തെ ബഹുമാനിച്ചാൽ തിരിച്ച് നമ്മുടെ വചനത്തെ ആര് ബഹുമാനിക്കും? ദൈവം ബഹുമാനിക്കും. അത് ഈശോ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറഞ്ഞാൽ, ഏറ്റു പറഞ്ഞേ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറഞ്ഞാൽ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും നിന്നെ ഏറ്റുപറയും. ഇറ്റ്സ് വെരി എവിഡന്റ്, ക്ലിയർ അല്ലേ? അതായത് 10:32 മത്തായിയുടെ സുവിശേഷം 10:32 ഏറ്റു പറഞ്ഞേ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറഞ്ഞാൽ. എന്നെ എന്ന് പറഞ്ഞാൽ ആരാണ്? വചനമാണ്. കർത്താവിനെ ഏറ്റു പറയാം. നമുക്ക് യേശുവിൻ്റെ നാമത്തെ ഏറ്റു പറയാം, യേശുവിൻ്റെ വചനത്തെ ഏറ്റു പറയാം. ഏറ്റു പറയുന്നത് നമ്മൾ യേശുവിനെ ആയിരിക്കും. ക്ലിയർ അല്ലേ? യേശുവിൻ്റെ വചനമാണ്. എന്താണ് വചനം? 10:32 മത്തായി സുവിശേഷം എന്താണത്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറഞ്ഞാൽ, എൻ്റെ വചനത്തെ ഏറ്റു പറഞ്ഞാൽ എന്ത് സംഭവിക്കും? പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അപ്പോൾ ഞാൻ മനുഷ്യരുടെ മുമ്പിൽ കർത്താവിൻ്റെ വചനത്തെയാണ് ഏറ്റു പറഞ്ഞത്. ഏത് വചനത്തെ? മത്തായി 3:9. കാര്യം എന്താണ്? ഈ കല്ലിൽ നിന്ന് അബ്രാഹത്തിൻ്റെ സന്തതികളെ ജനിപ്പിക്കുമെന്ന് ദൈവത്തിന് കഴിയുമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്താവിൻ്റെ വചനത്തിലാണ് ഞാൻ ശാസ്ത്രത്തെക്കാളുപരി വിശ്വസിക്കണത്. അപ്പോഴെൻ്റെ വചനത്തെ കർത്താവ് ബഹുമാനിച്ചു. 3.5 മാസമായപ്പോൾ അവൾ പ്രഗ്നൻ്റായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരു സുന്ദരനായ ആൺകുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ സാക്ഷ്യം അതിന് പോയി. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ യുക്തിവാദികളെല്ലാം കയറി കുത്തി. പിന്നെ അയാൾ പിന്നെയും പഴയ കച്ചവടത്തിന് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അതൊക്കെ അവൻ്റെ കേൾക്കണത്. എൻ്റെ തന്തക്കവരെ വിളിച്ചിട്ടുണ്ട് അവർ. അയാൾ പിന്നെയും പഴയ ആത്മീയ കച്ചവടത്തിന് ഇറങ്ങിയിട്ടുണ്ട്. എന്ത് അവരത് പറഞ്ഞ സങ്കടമില്ല. നമ്മുടെ വൈദികർ പറയുന്നുണ്ട്, ഈ വിശ്വാസത്തിനെക്കുറിച്ച് ABCD അറിയാത്ത ആൾക്കാർ വൈദികരുടെ വേഷം കെട്ടി ലോഹമായിട്ട് അടക്കണ്ടേ? പറഞ്ഞിട്ടൊരു കാര്യമില്ല. സഭ എൻ്റെ ബാധ്യതയാണത്. സഹിക്കാതെ ഒരു മാർഗ്ഗമില്ല നമുക്ക്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇതെല്ലാം ഞാൻ ശരിക്കും ഞാനൊരു കച്ചവടം ചെയ്യുന്നുണ്ട്, ഞാൻ റീച്ച് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് അറിയാവോ? കർത്താവിൻ്റെ വചനത്തെ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ വചനത്തെ വിശ്വസിച്ചിട്ടാണ് കൊടുക്കണത്. ആ വചനത്തിൽ വിശ്വസിച്ചിട്ടാണ് കൊടുക്കണത്. ആ വചനത്തെ കുടിച്ചിട്ട് അത് റീച്ച് ചെയ്യുകയാണ്. ആരാണ്? ഈശോ പറഞ്ഞതാണ്. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി എന്താ? നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി എന്താ? കർത്താവ് പറഞ്ഞതാണ്, ഞാൻ അഭ്യസിപ്പിച്ചിട്ടുള്ള, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെന്ത് ചെയ്യണം? അഭ്യസിപ്പിക്കുവാൻ. നമുക്കറിയാമല്ലോ, അത് ഉടമ്പടിയുടെ ഫോർമുല പറഞ്ഞു കൊടുത്തിട്ടാണ് ഈശോ ശിഷ്യന്മാരെ യാത്രയാക്കണത്. അതായത് എന്താണ് ഉടമ്പടിയുടെ ഫോർമുല? എന്താണ്? മത്തായി 28:20 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്ഥാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട്, കേട്ടോ, ഇതുകൊണ്ടല്ലേ ലാസ്റ്റ് കർത്താവിൻ്റെ ലാസ്റ്റ് വാക്ക് ഉടമ്പടി ഫോർമുലയാണ്. എന്താണ്? ഞാൻ നിങ്ങളോട് ഏറ്റു പറഞ്ഞേ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. അതാണ് അവൻ പറയണത് പോലെ ചെയ്യുവിൻ. ക്ലിയർ അല്ലേ? അവൻ പറയണത് പോലെ ചെയ്യാൻ വേണ്ടിയാണ് സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. അവൻ പറയണത് പോലെ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ കൃപാസനത്തിൽ വരണത്. ഒരു പക്ഷേ ലോകത്തിൽ ഇവിടെ മാത്രമേ ഇങ്ങനെ ഒരു മിഷൻ സംവിധാനം ഉള്ളെങ്കിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് നൽകിയിട്ടുള്ള ഉടമ്പടി ദൈവിക പദ്ധതിയാണെന്നാണ് KCBC വൈസ് പ്രസിഡന്റ് ചക്കാലക്ക പിതാവ് പറഞ്ഞിരിക്കുന്നത്. കൃപാസനത്തിൽ നടക്കുന്ന ഉടമ്പടി ദൈവികമാണ്, ക്രിസ്തീയമാണ്, പരിശുദ്ധാത്മാ കേന്ദ്രീകൃതമാണ്. കൈ ഇടിച്ച് സ്തുതിയുടെ ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാവരും ഉണരുക, മനസ്സുകൊണ്ട് ഉണരുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉടമ്പടി വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാൻ പോവുകയാണ്.
തലവായ രോഗികളും വാതരോഗികളും കിഡ്നി രോഗികളും ഒക്കെ രോഗാവസ്ഥകളുള്ള സ്ഥലങ്ങളെല്ലാം യേശുനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ കൈവെക്കുക. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ കണ്ണിൽ കൈവെക്കുക. തല പൊട്ടുന്ന പോലെ വേദനയുള്ളവർ തലയിൽ കൈവെക്കുക. ഉദരത്തിന് വിങ്ങലുള്ളവർ, ദഹനക്കുറവുള്ളവർ, വയറ് പെരുക്കുന്നവർ കൈവെക്കുക. പിസിസ്റ്റുള്ളവർ, അതുപോലെ മക്കളില്ലാത്തവർ അടിവയറ്റി കൈവെക്കുക. കരൾ രോഗികൾ കരളിൻ്റെ അവിടെ കൈവെക്കുക. അത് ഹൃദയ രോഗികൾ ഹൃദയത്തിൽ കൈവെക്കുക. തൈറോയിഡ് ടോൺസിൽ രോഗികൾ തൊണ്ടയിൽ കൈവെക്കുക. ശ്രുതികണ്ട ഹല്ലേലൂയ. യേശു ഒന്നും അസാധ്യമില്ലാത്തവനെ, ഈശോയെ എല്ലാം സാധ്യമായവനെ, ഈശോയെ നിനക്ക് സ്തോത്രവും കർത്താവേ, നിനക്ക് സ്തുതിയും കർത്താവേ, നിനക്ക് ബഹുമാനവും കർത്താവേ അർപ്പിക്കുന്ന കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം കർത്താവേ, മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ നിന്റെ തിരുമുറിവാർന്ന കർത്താവേ, വലതുകരം കർത്താവേ, അങ്ങനെ മക്കളുടെ ശിരസ് കർത്താവേ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എവിടെയെല്ലാം രോഗികൾ ഇപ്പോഴ് രോഗാവസ്ഥയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ഈശോ അങ്ങനെ ആണിപ്പെടുത്താതെ വലതുകരം കർത്താവേ, ഓരോ കോശങ്ങളിലെ ഓരോ കശേരുകളിൽ കർത്താവേ, ഓരോ അസ്ഥികൾ കർത്താവേ, ഓരോ ശോഷിച്ച പിന്നിയ അടഞ്ഞുപോയ ഞരമ്പുകളെ യേശുവിന്റെ നാമത്തിൽ തുറന്ന് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 25 വർഷമായിട്ട് ഗർഭാശയത്തിൻ്റെ ആന്തരിക നാളി ചെറിയൊരു കുഴലാണ്. അതടഞ്ഞുപോയ ഒരു അവസ്ഥയിൽ 35 വർഷമായിട്ട് തുള്ളികുത്തി ഒരു കുഴലിറക്കിയാൽ മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ഡോക്ടർ കുഴലും കൊടുത്ത് വിട്ടിരിക്കുക. ആ രോഗി ഉടമ്പടി ചെയ്ത് കഴിച്ചപ്പോഴേ ഈ ദിവസത്തെ ഫേസ്ബുക്ക് നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അവരാന്ന് ആന്തരിക നാളി തുറന്നു വന്നെന്ന്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, ഹല്ലേലൂയ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 2004 ഡിസംബർ 7-ാം തീയതി 2:30 മണിക്ക് സമയഘടികാരം നെഞ്ചിലേറ്റി ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് സഭയോട് ആവശ്യപ്പെട്ട കാലം മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് ഇവിടുത്തെ അടയാളങ്ങളെല്ലാം. ആ പ്രത്യക്ഷീകരണം കൊണ്ട് അതിൻ്റെ സ്ഥിരീകരണത്തിനാണ് ഈ അത്ഭുത സാക്ഷ്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഹൃദയത്തിൻ്റെ വാൽവുകൾ ചുരുങ്ങിപ്പോയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവെക്കാം. എവിടെയെങ്കിലും ഞരമ്പുകൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ളവർ ആ ഞരമ്പിൽ കൈവെക്കാം. അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ഈശോ നിങ്ങളെ സുഖപ്പെടുത്തും. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം കർത്താവേ. ഓരോരോ രോഗികൾ കർത്താവേ, ഓരോരോ രോഗികൾ ഞരമ്പ് വിങ്ങിപ്പോയവർ, ചുങ്ങിപ്പോയവർ, കിഡ്നികള് ചുങ്ങിപ്പോയവർ കർത്താവേ, ഹൃദയം ചുങ്ങിപ്പോയവർ കർത്താവേ, കരള് എല്ലാം ചെയ്തു വരുന്നത് കർത്താവേ. കർത്താവേ, ഹൃദയത്തിൻ്റെ വാൽവുകൾ ചുങ്ങിപ്പോയവരെ യേശു ക്രിസ്തുവിന്റെ രക്തം ഇറങ്ങട്ടെ. യേശുവിന്റെ ശക്തിയാൽ ഏറ്റവും വലിയ കീമോയായ കർത്താവിന്റെ വിശുദ്ധ രക്തം ക്യാൻസർ രോഗികൾ കയറി ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങൾ ഈ നിമിഷം സൗഖ്യമാകട്ടെ. കട്ടിയായിട്ട് വരും, അത് കറുത്ത് വരും. തൊലി ഇങ്ങനെ നമ്മളെ എന്തെങ്കിലും ഇവിടെ ഉരഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളപ്പാടിട്ട് ബാക്കി തൊലി ചെറുങ്ങിയിരിക്കത്തില്ലേ, അതുപോലെ തന്നെ തൊലി കട്ടിയായിട്ട് ചിലയിടത്ത് വരും. ചിലയിടത്ത് തൊലി ഇങ്ങനെ റോസപ്പൂവിൻ്റെ കളർ പോലെ, പനിനീർപ്പൂവിൻ്റെ കളർ പോലെ ഇരിക്കും. വിസർപ്പ രോഗമാണ്, ത്വക്ക് രോഗമാണ്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. ഇടത് കാലിൻ്റെ മടന്ത് എനിക്കറിയത്തില്ല. അതായത് നമ്മുടെ കാലിൻ്റെ ബാക്ക് വശമില്ലേ, അവിടെ ഇങ്ങനെ ഇങ്ങനെ അകത്തുനിന്ന് കമ്പി കൊണ്ട് പുറത്തോട്ട് കുത്തിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ബലമുള്ള ഒരു പാടാണ്. അകത്തിന് കമ്പി ഇരിക്കുന്ന കേസാണെന്നും അറിയത്തില്ല, പക്ഷേ അതിന് തൊടുമ്പ വേദനയുണ്ട്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോഴും സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്ര ദൈവമേ, സൗഖ്യത്തിന് നന്ദി പറയുന്നു കർത്താവേ, ഹല്ലേലൂയ. ഒരു പാദം കാണിക്കുന്നുണ്ട്. പാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്തു പോയ പാദമാണ്. ഇടത് പാദമാണെന്ന് തോന്നുന്നത്. അതായത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം മുഴുവൻ ഊറിപ്പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിന് വെള്ളം ഊറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണങ്ങി കൊട്ടടിച്ചിരിക്കും. അതുപോലെ മാംസളമല്ലാത്ത
ഉണങ്ങി കൊട്ടടിച്ചിരിക്കുന്ന പാദം, രക്തോട്ടം ഇല്ലാത്ത പാദം. അപ്പോൾ രക്തോട്ടം കുറഞ്ഞിട്ട് സ്വാധീനം നഷ്ടപ്പെട്ട പാദം, ആ പാദത്തെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് 7 എന്നൊരു അക്കവിശ കാണിക്കുന്നുണ്ട്. ആ ഡേറ്റിനോട് കറസ്പോണ്ട് ചെയ്തിരിക്കുന്ന കല്യാണമാകാം, വിവാഹമാകാം, ഓപ്പറേഷനാകാം, എന്ത് ഇൻ്റർവ്യൂ ആകാം, ടെസ്റ്റ് ആകാം, അപ്പോയിൻമെൻ്റ് ആകാം, എന്ത് വിഷയം 7 സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. 7നോട് ബന്ധപ്പെട്ട ആൾക്കാർ അത് ആ നമ്പറിൽ, ആ ഡേറ്റിൽ കർത്താവ്, ആ മണിക്കൂറിൽ കർത്താവ് നിങ്ങൾ അനുഗ്രഹിച്ചാൽ അത് ഉടമ്പടി അനുഗ്രഹമാണ് തിരിച്ചറിയാൻ വേണ്ടിയാണ് നേരത്തെ സൂചന നൽകുന്നത്. ശ്രുതികട ഹല്ലേലൂയ. കണ്ണും അതിൻ്റെ ഉള്ളിലുള്ള ഇൻഫെക്ഷനും കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, നമ്മൾ വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, വീടില്ലാത്തവരെ, ജോലി ഒത്തുവരാത്തവരെ, വിദേശ ജോലിക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ, സാമ്പത്തിക ബാധ്യതപ്പെട്ടിരിക്കുന്നവരെ, കുടുംബം അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ, തമ്മിൽ പിരിഞ്ഞു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ, തെറ്റായ ബന്ധത്തിലൊക്കെ അകപ്പെട്ടിരിക്കുന്ന മക്കള്, ഭ്രാന്തുള്ളവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പോഴേ പിൻകഴുത്തിൽ ഈ നമ്മൾ കാണുന്ന അവസാനത്തെ കശേരികളിൽ എപ്പോഴും വേദനയും അവിടുത്തെ എല്ലും മുഴച്ചു വരികയും ചെയ്യുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. കർത്താവ് ജോലി ഇല്ലാത്ത മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ജോലി നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ മാറ്റിവെക്കപ്പെട്ട മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരോ ടെസ്റ്റ് ഇന്റർവ്യൂവിനൊക്കെ കർത്താവ് ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. IELTS, OET മുതലായ കാര്യങ്ങളെ കർത്താവ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. വസ്തുവില്ലാത്തവരെ, വസ്തു നഷ്ടപ്പെട്ടവരെ, വസ്തു ലഭ്യമാകാൻ പോകുന്നവരെ, വസ്തു ലേലത്ത് വെച്ചവരെ കർത്താവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബാങ്ക് നടപടിയിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബാധ്യതകളാൽ നിരങ്ങുന്നവരെ, മറ്റുള്ള ഭീഷണിക്ക് സങ്കടപ്പെടുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ജയിലിൽ കിടക്കുന്നവരെ കർത്താവ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇനിയൊരു നിയമം ഉണ്ടായാൽ, ഇനിയൊരു തീരുമാനം ഉണ്ടായാൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് ഓർത്തുകൊണ്ട് കർത്താവ് ശിക്ഷയെ ഭയക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മാതാവ് അവരെ സ്പർശിക്കട്ടെ, മാതാവ് അവരെ സ്പർശിക്കട്ടെ. എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ വഴിയില്ലാത്തവരെ, വെള്ളമില്ലാത്തവരെ, കർത്താവ് ഭാഗ ഉടമ്പടി നടക്കാത്തവരെ, കുടുംബത്തെ സമാധാനമില്ലാത്തവരെ, മദ്യപാന ആസക്തിയുള്ളവരെ, പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അകപ്പെട്ടവരുടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടേണ്ട പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്തിട്ടുള്ളവരെയും ഓരോ വിഷയങ്ങൾ, ഓരോ മക്കൾ ചെയ്തിട്ടുള്ള ഓരോ ഉടമ്പടികളും, ഉടമ്പടിയുടെ ഓരോ വിഷയങ്ങൾ ഈശോ അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ ഇപ്പോഴും ഏറ്റെടുത്തുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്നു. 2004 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ദൈവികമായ സാന്നിധ്യം കുടികൊള്ളുന്ന ആൾത്താറയിൽ അമ്മയുടെ മധ്യസ്ഥത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയോട് പ്രാർത്ഥിക്കുന്നു, ദിവ്യകാരുണ്യത്തോടെ പ്രാർത്ഥിക്കുന്നു. വാഹനമില്ലാത്തവരെ, വാഹനം ഓടിച്ച് അപകടത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ, ഇൻഷുറൻസ് കിട്ടാത്തവരെ എല്ലാവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, യാത്രക്ക് പോകാൻ രേഖകളില്ലാത്തവരെ, യാത്ര മുടങ്ങുന്നവരെ, വിസ തടഞ്ഞവരെ, പാസ്പോർട്ട് കിട്ടാത്തവരെ, അങ്ങനെ എല്ലാ തരത്തിലും
അക്കൗണ്ടിങ് ആയിട്ടുള്ള എല്ലാവരെയും കർത്താവെ, അവിടെ തങ്ങിപ്പോകുന്നവരെയും അവരെ കർത്താവ് തടങ്കലിലായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരമാസകലം ഓരോരോ രോഗങ്ങളുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തി, യേശുവിന്റെ രക്തം, യേശുവിന്റെ കൃപ ഈ നിമിഷം മക്കളിലേക്ക് നിറയട്ടെ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, ഉടമ്പടി എടുത്തിട്ടുള്ള മുഴുവൻ വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ കയറിന്റെ ചെറിയട്ടെ. എല്ലാ സങ്കടങ്ങളും എല്ലാ സഹനങ്ങളും കർത്താവ് സന്തോഷത്തിന്റെ സാക്ഷ്യമായി മാറ്റട്ടെ. ശ്രുതികളുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് കർത്താവ്